വക്കീലെ നമസ്കാരം. ADGP എസ് ശ്രീജിത്ത് IPS നമുക്കറിയാം, അദ്ദേഹം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നേരത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ ചുമതലയിരുന്നപ്പോൾ വലിയ അഴിമതിക്കാരനായിരുന്നു എന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ട് ഇങ്ങനെ ആധാരമായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് തലശ്ശേരിയിലുള്ള ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിബിൻ ഇടവണ്ണ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ADGPക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അദ്ദേഹം വലിയ അഴിമതിക്കാരനാണെന്നും പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുമാണ് അദ്ദേഹം ചോദിച്ചത്. ഇന്ന് അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് ADGP എസ് ശ്രീജിത്ത് കൊടുത്ത പരാതിയിന്മേൽ 28-ാം തീയതി, മെയ് മാസം 28-ാം തീയതി ഈ വാർത്ത പബ്ലിഷ് ചെയ്ത മാധ്യമ സ്ഥാപനത്തിലെ 4 മാധ്യമപ്രവർത്തകരോടും ഈ ദിബിൻ ഇടവണ്ണയോടും കോടതിക്ക് മുന്നിൽ ഹാജരാകാൻ കോടതി പറഞ്ഞിരിക്കുകയാണ്. നിയമപരമായി നേരിടാനാണ് ADGP ശ്രമിക്കുന്നത്, ശ്രീജിത്ത് സാർ ശ്രമിക്കുന്നതെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും വലിയൊരു അഴിമതി ആരോപണം വന്നിട്ട് മറ്റു മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. എന്തായിരിക്കും ഇതിനുള്ളിൽ നടന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ADGP ശ്രീജിത്തിനെ വ്യക്തിഹത്യ ചെയ്യുവാനും അദ്ദേഹത്തിന്, അതായത് നമുക്ക് കേരളത്തിൻ്റെ പൊതുമധ്യത്തിൽ അദ്ദേഹം ഒരു പോലീസ് ഓഫീസർക്കുപരിയായിട്ട് കേരളത്തിലെ എല്ലാ സാംസ്കാരിക മേഖലയിലായാലും അല്ലെങ്കിൽ ആധ്യാത്മിക മേഖലയിലായാലും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത് സാർ എന്ന് പറയുന്നത്. പുള്ളിയുടെ സർവീസിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ പുള്ളി പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡറിലിരുന്ന സമയത്തായാലും അതല്ല മറ്റ് ഒഫീഷ്യലായിട്ടുള്ള ജോലി ചെയ്ത സമയത്തൊക്കെ തന്നെയും പുള്ളി ജനങ്ങളോടുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ ഒരു ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സേവനമാണ് പുള്ളി മുൻകാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചുമതലയിരുന്ന കാലഘട്ടത്തിൽ ആ സമയത്തൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹം അപ്പോഴല്ലേ ഉന്നയിക്കേണ്ടത്. അത് മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥനെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ഒരു കേസിൽ ഏതോ ഒരു ഈ പറഞ്ഞ പോലെ ഒരു അധ്യാപികയ്ക്ക് മോശമായിട്ടുള്ള എന്തൊക്കെയോ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന അധ്യാപികയെ പിന്തുടർന്നു പോവുകയും നമ്പർ കരസ്ഥമാക്കുകയും തുടരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു. അതിന്റെ പേരിൽ അദ്ദേഹം ഇനിഷ്യേറ്റീവായിട്ട് നടപടി എടുക്കുകയും ഈ പറയുന്ന അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഉദ്യോഗസ്ഥ സസ്പെൻഷനിലാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ പേരിൽ, അതായത് ഒരു NVD എന്ന നിലയിൽ അദ്ദേഹം ഒരു ചിത്രം അദ്ദേഹത്തിന്റെ രീതിയിൽ എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്ത് പരസ്യം ചെയ്ത് സ്വന്തമായിട്ട് ബിസിനസ് നടത്തി നാട്ടിലെ പോലീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിഫോം ഫോഴ്സുകൾ പാലിക്കേണ്ടതായിട്ടുള്ള കോഡ് ഓഫ് പ്രൊസീഡിങ്സ് എല്ലാം തന്നെ കാറ്റിൽ പറത്തിയ ഒരു ഒന്നാന്തരം കച്ചവടക്കാരനായ ആളാണ് ഇതാണ് ആ പോസ്റ്റ്. അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PSC ടെസ്റ്റിന് 4ാം റാങ്ക് 2017 AMVI റാങ്ക് ലിസ്റ്റിൽ 4ാം റാങ്കുകാരനായ ദിബിൻ ഇടവണ്ണ നേരിട്ട് നടത്തുന്ന ക്ലാസ് ആണ്. അതായത് ഒരു സർക്കാർ ഈ ഒരു ഒറ്റ പരസ്യം മതി അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ തന്നെ ഇത് മതി. അപ്പോൾ അദ്ദേഹത്തിനെതിരെ എടുത്തേക്കുന്ന നടപടി എനിക്ക് തോന്നുന്നു ഈ ഒരു ടീച്ചറുടെ പരാതിയിലുള്ള നടപടി മാത്രമേ നിലവിലെടുത്തിട്ടുള്ളൂ. അടിയന്തരമായിട്ട് തന്നെ എന്താവണം, ഇദ്ദേഹത്തിനെതിരായിട്ട് ഇദ്ദേഹം ഈ പറയുന്ന സർവീസ് കോഡുകളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള യൂണിഫോമും ഔദ്യോഗികമായിട്ടുള്ള ജോലിയും സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വയം ബിസിനസ് ചെയ്യാൻ വേണ്ടി പ്രൊമോഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. 2 പരസ്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ യൂണിഫോമിൽ നിൽക്കുന്ന ഈ പറയപ്പെടുന്ന ദിബിൻ ഇടവണ്ണ, അതായത് ആ ഫോട്ടോഷൂട്ട് അല്ല, അദ്ദേഹത്തിന്റെ സർവീസിലിരിക്കുന്ന സമയത്ത് ഫോട്ടോ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. 2 നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സുന്ദരനായിരിക്കുന്ന ദിബിൻ ഇടവണ്ണയെ നമുക്ക് കാണാം. ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ആ പരാതിക്ക് ആസ്പദമായ ആ പരാതിക്കാരിക്ക് അയച്ച വാട്സപ്പ് ചാറ്റാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ചിലത് എല്ലാം നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല, കാരണം അത് ആ പരാതിക്കാരിയുടെ പ്രൈവസിയെ മാനിച്ച്. ഇത് വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ലൈംഗിക ദാരിദ്ര്യം വലിയ രീതിയിൽ ഈ നാട്ടിൽ നടമാടുന്നു എന്നൊരു തോന്നലുണ്ടാകും. അതുപോട്ടെ, നമ്മുടെ വിഷയമല്ല. പക്ഷേ നോക്കൂ, ADGP ശ്രീജിത്ത് സാറിനെ പറ്റി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഈ കഴിഞ്ഞ ശബരിമല സീസണിൽ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഇന്ന് വരെയും ഓരോ ശബരിമല സീസണും വിവാദത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിവാദവും ഇല്ലാതെ ചെന്നെത്തിയ ഭക്തരെ മുഴുവൻ മല കയറ്റി മല ചവിട്ടിച്ച് തൊഴുവിപ്പിച്ച ഒന്ന്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ശബരിമലയിൽ നമ്മളൊക്കെ സ്ഥിരമായിട്ട് പോകുന്നതാണ്. പക്ഷേ അവിടെ ഭരണം, അതായത് ഈ പറയുന്ന UDF ആയാലും LDF ആയാലും ശബരിമല മണ്ഡലകാലത്ത് സ്വാഭാവികമായിട്ടും പോലീസിനൊരു പ്രത്യേകമായ റോളുണ്ട്. കാര്യം കഴിഞ്ഞ തൃശ്ശൂർ പൂരം ഉൾപ്പെടെ ഈ പറയുന്ന MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് വളരെ മോശമായിട്ട്, അതായത് പൊതുജനങ്ങളോട് വളരെ മോശമായി പെരുമാറി പൊതുജനങ്ങൾ മുഴുവൻ പോലീസിനെതിരാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത്തവണത്തെ ശബരിമല സീസൺ അതുകൊണ്ട് തന്നെയാകാം മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ശ്രീജിത്ത് സാറായിരുന്നു ഇതിൻ്റെ മുഴുവൻ ചുമതല വഹിച്ചിരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അദ്ദേഹം അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇത്രയും ജനകീയമായിട്ടുള്ള ഒരു ശബരിമല മണ്ഡലകാലം ഇതിന് മുൻപൊന്നും തന്നെ ഉണ്ടായിട്ടില്ല.
ഭരണകക്ഷിക്ക് മാത്രമല്ല, പ്രതിപക്ഷത്തിന് മാത്രമല്ല, ശബരിമലയിലെത്തിയ ഒരൊറ്റ വിശ്വാസിയും എന്തല്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തവണ മണ്ഡലകാലത്തെ എന്ത് ചെയ്തത്, എതിരേറ്റത്. കാര്യം വലിയ തിരക്കായിരുന്നു. കാര്യം കോവിഡിന് ശേഷവും അല്ലെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങൾക്കൊക്കെ ശേഷം ശബരിമലയിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്രയധികം ഭക്തജനങ്ങൾ ഒരുമിച്ചെത്തിയ നാളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഭക്തജനങ്ങളെ പണ്ടൊക്കെ ആണെങ്കിൽ പോലീസ് ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസ് വരുത്തുക, അല്ലെങ്കിൽ ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുക, വാഹന പാർക്കിങ്ങിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭക്തജനങ്ങളെ മർദ്ദിക്കുക. അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ മണ്ഡലകാലത്ത് നമ്മൾ കണ്ടതാണ്. ഈ മാല ഉപേക്ഷിച്ച്, ഇരുമുടി ഉപേക്ഷിച്ച് അയ്യപ്പനെ തൊഴാതെ ഭക്തജനങ്ങൾ പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇത്തവണ അതെല്ലാം മാറ്റം മറിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിന് ഒരു വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഈ പോലീസ് സേനയ്ക്ക് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആഘോഷങ്ങളെ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളെ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കൊണ്ടുവന്ന പോലീസ് നടപടികളെയൊക്കെ തന്നെ തിരുത്തൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു കൃത്യമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് മാതൃകയാവേണ്ടത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണം നടപ്പിലാക്കേണ്ടത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ജനകീയനാവേണ്ടത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത്, അതിൻ്റെയൊക്കെ ഉദാത്തമായ മാതൃകയായിരുന്നു ശബരിമലയിൽ ശ്രീജിത്ത് സാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഇത്തരത്തിലൊരു ആരോപണം നേരിടേണ്ട കാര്യമില്ല. ഇനി എനിക്ക് ദിബിൻ ഇടവണ്ണ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ ഉദ്യോഗസ്ഥൻ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചാറ്റ് വായിച്ച ആർക്കും അദ്ദേഹത്തെ ആ ഒരു കാക്കി ഡ്രസ്സിൽ, പോലീസുകാരൻ അല്ലെങ്കിൽ പോലും കാക്കി ഡ്രസ്സിൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ MVD-മാരുടെ മുന്നിലേക്ക് ലൈസൻസ് ടെസ്റ്റിനും മറ്റു കാര്യങ്ങൾക്കും കടന്നില്ലെന്ന സ്ത്രീകൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്ന ചോദ്യം അവിടെ ഉയർത്തേണ്ടി വരും. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഇദ്ദേഹത്തിന് IG ശ്രീജിത്തിനെതിരെ അല്ലെങ്കിൽ ADGP ശ്രീജിത്ത് സാറിനെതിരെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇദ്ദേഹം പരസ്യ സംവാദത്തിന് ക്ഷണിക്കുന്നത്? ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലോ അല്ലെങ്കിൽ വിജിലൻസിലോ പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോടതിയെ സമീപിക്കാം. ഒന്നുമില്ലെങ്കിലും ഇദ്ദേഹം ഒരു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു സാധാരണ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക്, അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കും. ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. വ്യക്തമാണല്ലോ. കാരണം അദ്ദേഹം ഒരു ആരോപണം ഫേസ്ബുക്കിൽ ഉന്നയിക്കുന്നു, അതൊരു കേരളത്തിലെ ഒരു ചാനൽ മാത്രം എന്ത് ചെയ്യുന്നു, അതൊരു വാർത്തയാക്കുന്നു. ആ വാർത്ത വല്ലാതെ അവരങ്ങ് ആഘോഷിക്കുന്നു. അദ്ദേഹം എന്തോ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു, പരസ്യ സമ്പാദത്തിന്. പക്ഷേ ആ മാധ്യമം വാർത്ത റിപ്പോർട്ട് ചെയ്തത് സത്യസന്ധമായിരുന്നു എങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ്റെ ഇപ്പോഴത്തെ എന്താണ് നിലപാട്, ആ ഉദ്യോഗസ്ഥനെ എന്തിനു പേരിലാണ് സസ്പെൻഡ് ചെയ്തത്, അക്കാര്യം കൂടെ ആ മാധ്യമം കൊടുത്തിട്ടില്ല. ആ മാധ്യമം ഏകപക്ഷീയമായിട്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിലിരിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു പോലീസിൻ്റെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ തന്നെ മറ്റൊരു സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ കൊടുത്ത ഒരു വ്യാജമായ തെളിവ് അല്ലെങ്കിൽ വ്യാജമായ ഒരു അവിടെ ഒരു തെളിവില്ല, പരാതിയില്ല, ഒന്നുമില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാറ്റലൈറ്റ് മാധ്യമം, ഒരു മുൻനിര മാധ്യമമാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിൽ തലപ്പത്തിരിക്കുന്നവരെല്ലാം വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള മാധ്യമ പ്രവർത്തകരാണെന്നുള്ളതാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് സംസ്ഥാന ഗവൺമെന്റിൽ തന്നെ ഏതാനും ചില ആളുകളുടെ ഒരു ഗൂഢാലോചന ഇതിലുണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ്. കാര്യം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ, അദ്ദേഹം വകുപ്പ് മന്ത്രിയായിട്ടുണ്ടായ തർക്കങ്ങളും അല്ലെ അതിൽ തുടർന്ന് എന്ത് ചെയ്തു, എല്ലാവരും വിചാരിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴേക്കാണെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ശബരിമല തീർത്ഥാടന കാലത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വളരെ മുകളിലേക്ക് ഉയർത്തി. അവിടെ മാത്രമല്ല രോഹിത്തെ, അതായത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അദ്ദേഹം എനിക്ക് സമയം എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സാംസ്കാരിക പരിപാടികളിലും ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളുടെ ഈ പറയുന്ന സാംസ്കാരിക പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ മതപ്രഭാഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മതേതരത്വമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാത്ത, ജനങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന, ജനങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, ദൈവവിശ്വാസം എന്ന് പറയുന്നത് മതത്തിൻ്റെ വേലിക്കെട്ടുകളിൽ മാത്രം തളച്ചിടാതെ പൊതുനന്മയ്ക്ക് വേണ്ടി ഈ പറയുന്ന ക്ഷേത്രങ്ങളെയും അല്ലെങ്കിൽ ആരാധനാലയങ്ങളെയും ഒക്കെ ഉപയോഗിക്കേണ്ട ആവശ്യകതകളാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണങ്ങളും. ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നിരുന്ന കമന്റ് ഇദ്ദേഹത്തിന് സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒരു കൂട്ടം ആളുകൾ ഇദ്ദേഹത്തെ ആക്രമിച്ചിരുന്നു. അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് ഹിന്ദു മതവിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളായതുകൊണ്ട് അദ്ദേഹം ഹിന്ദു അയാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ എന്നോട് സ്പിരിച്വലായിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് കൃഷ്ണന്റെ രാമന്റെ കഥ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹവും പറയുന്നത് ഹിന്ദു പുരാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളെ ഉദ്ധരിച്ച് സംസാരിക്കുന്ന എല്ലാവരെയും കൊണ്ടുവന്ന സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുന്ന ഒരു ട്രെൻഡ് ഇടക്കാലത്തുണ്ടായത്. ഇന്നോ ഇന്നലെ അല്ല ADGP ശ്രീജിത്ത് സാറിനെതിരെ ഈ ആരോപണങ്ങളും ഈ പ്രശ്നങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ
ഇതിനകത്ത് ഇത് ഇത്ര വലിയ ചർച്ചയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരാൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം അയാൾ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിൽ ശ്രീജിത്ത് സാർ വളരെ മാതൃക കാണിച്ചു. അദ്ദേഹം കൃത്യമായിട്ട് ഇന്ന് നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോയി ഇപ്പോൾ രോഹിത് സൂചിപ്പിച്ച പോലെ അവർക്കെതിരെ നോട്ടീസ് വരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ട് നിയമ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ചാനലിനും അതോടൊപ്പം തന്നെ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കൊക്കെ ഉള്ള ഗൂഢാലോചന പോലീസ് എന്ത് ചെയ്യേണ്ടി വരും, ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ അന്വേഷിക്കേണ്ടതായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം എന്താണ്, ഇത് കൃത്യമാണ് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ ദിബിൻ അതിനകത്ത് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന് എവിടെ നിന്നെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ നിരപരാധിയാണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് വാർത്തയായതോടുകൂടി അത് ചിലരെടുത്ത് വാർത്തയാക്കുന്നു, ചിലപ്പോൾ ചെയ്യിപ്പിച്ചതാകാം. ആ വാർത്തയായതോടുകൂടി ഈ നായര് പിടിച്ച പുലിവാല് പോലെ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ദിബിൻ എടവണ്ണ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് എനിക്ക് തോന്നുന്നു ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാരണമായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. അദ്ദേഹത്തിന്റെ കോച്ചിങ് ട്രെയിനിങ് സെന്ററുകളെ കുറിച്ച് അന്വേഷിക്കണം. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇത്തരത്തിൽ ഒരു അഷ്വറൻസ് കൊടുത്ത് ഇത്തരത്തിൽ കുട്ടികൾക്ക് ജോലി ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് അഷ്വറൻസ് കൊടുക്കാൻ കഴിയുന്നത്? അതായത് ഔദ്യോഗികമായിട്ടുള്ള അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്ന പരീക്ഷയിൽ ഉൾപ്പെടെ മാൻ പ്രാക്ടീസ് നടത്താൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു തെളിവല്ലേ അദ്ദേഹം ഇത്രമാത്രം ഉറപ്പ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം വ്യാപകമായിട്ട് അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തെക്കുറിച്ചും അന്വേഷണം വേണം. അദ്ദേഹത്തിന്റെ മുൻകാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്വേഷണം വേണം. അക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടിയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. അതെ അതെ ഇദ്ദേഹത്തിന് ഈ പിന്നെ ദിബിൻ എടവണ്ണയ്ക്കെതിരെ ആ കേസിലിട്ട് FIR ഒക്കെ വായിച്ച് കേൾപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരു ധരിച്ചൊരു ഉദ്യോഗസ്ഥനാണ്. അത് ആ സമൂഹത്തിനോട് മുഴുവൻ ചെയ്യുന്ന തെറ്റായി പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ വായിച്ച് കേൾപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ADGP ശ്രീജിത്ത് സാറിനെ നിലവിൽ എല്ലാവർക്കും അറിയാം. അതല്ല ഇനി അദ്ദേഹം തെറ്റുകാരനാണെന്ന് ദിബിൻ ദിബിൻ എടവണ്ണ എന്തിനായി വെല്ലുവിളിക്കുന്നത്? അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം, നിയമ നടപടി അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹം എന്താണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചങ്ങ് പറയണം. അതെ അതെ അത് തന്നെയാണ് വേണ്ടത്. ഇതെന്തിനാണ് ഈ പറയുന്ന ഉണ്ടയില്ല വെടിയെടുത്ത് എന്ത് ചെയ്യുന്നത്, പൊട്ടിക്കുന്നത്? അപ്പോൾ ദിബിൻ എടവണ്ണയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം അത് വകുപ്പിന്റെ മന്ത്രിക്കിടെ കൊടുക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ ഈ പറയുന്ന പരസ്യമായിട്ട് അയാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? അത് പത്രങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും. സാധാരണഗതിയിൽ ഇത്തരം എവിടെയെങ്കിലും ഒരു ചെറിയ തിരി കത്തുമ്പോഴേ എടുത്തു പിടിക്കുന്ന മറ്റൊരു മാധ്യമമാണ് മലയാളത്തിലെ ചില യുദ്ധ റിപ്പോർട്ടിങ്ങിലൊക്കെ എക്സ്പേർട്ട് ആയ അവതാരകരുള്ള മറ്റൊരു മാധ്യമം. പക്ഷേ ഇവിടെ എന്തായാലും ഇത് വേറൊരാൾക്കാണ് അബദ്ധം. എനിക്ക് തോന്നുന്നു അവര് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു വാർത്ത ചെയ്ത് അതിന്റെ കേസ് തുടരുകയാണ്. അതുകൊണ്ടാവാം എന്ത് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം അത് തൊടാതിരുന്നത്. ഇവരാരും തൊടാഞ്ഞപ്പം ഇത് മുഴുവൻ ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരത്തിനിടയിൽ സംഭവിച്ചു പോകുന്നതാണ്. സെൻസേഷനുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ്. എന്തായാലും അത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി നേരിടുന്നതിൽ തെറ്റ്. അതേ മാത്രമേ അദ്ദേഹത്തിന് കഴിയത്തുള്ളൂ. കാര്യം അദ്ദേഹത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ പോലെ വന്നിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബിസിനസ്സുകാരനെ പോലെ വന്നിരുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സത്യസന്ധത തെളിയിക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിനുള്ളിൽ നിന്നുകൊണ്ട് യൂണിഫോമിന്റെ നിന്നുകൊണ്ടുള്ള നടപടികൾ മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ. അദ്ദേഹം ആ നടപടിയായിട്ട് എടുക്കുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ മടിയിൽ കനം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. എല്ലാവരും ഈ പറയുന്ന വക്കീൽ നോട്ടീസ് അയക്കും. എന്താണ് മാനനഷ്ടത്തിന് ഉണ്ടയില്ല വെടി പോലെ എന്ത് ചെയ്യുന്നു, വക്കീൽ നോട്ടീസ് അയക്കുകയല്ല. അദ്ദേഹം ചെയ്തത് എന്താണ്, അത് കോടതിയിൽ ഫയൽ ചെയ്തു. ഈ പറയുന്ന ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഇടവണ്ണയ്ക്ക് എന്താണ് ഏതെങ്കിലും തെളിവുണ്ടെങ്കിൽ കോടതിയിൽ കൊണ്ട് കൊടുക്കട്ടെ. ഉറപ്പായിട്ടും അതൊരു നിയമ പോരാട്ടത്തിലേക്ക്, വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് വരും. കാര്യം മാന്യമായി ജീവിക്കുന്ന അല്ലെങ്കിൽ മാന്യമായി തൊഴിലെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അവരെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി, അവരെ അഴിമതിക്കാരായി ചിത്രീകരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കള്ളക്കേസുകൾ കൊടുത്ത് തങ്ങളുടെ ഇംഗിതം നടപ്പിലാക്കാൻ ഏതെങ്കിലും ഭരണകർത്താക്കളോ അല്ലെങ്കിൽ അധികാര ശ്രേണിയിലുള്ളവരോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശക്തമായ താക്കീതായി ഇത് മാറാൻ സാധ്യതയുണ്ട്.